Hi students, last day we have discussed regarding the social responsibility. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് എന്തെല്ലാം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഒരു സൊസൈറ്റിയോട്, അതേപോലെ ഉള്ള എംപ്ലോയീസിനോട്, അതുപോലെ അതിൻ്റെ കസ്റ്റമേഴ്സിനോട്, അതൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ടുഡേ വി വോണ്ട് ടു ഡീൽ വിത്ത് വാട്ട് ആർ ദ ആർഗ്യുമെൻറ്റ്സ് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരു ബിസിനസ്സിൽ നല്ലതാണെന്നും അതുപോലെ മോശമാണെന്ന് പറയുന്ന രണ്ട് കൂട്ടർ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോർ പറയുന്നത് എന്തുകൊണ്ട്. ഇപ്പോൾ കുറച്ച് പേര് പറയും സോഷ്യൽ റെസ്പോൺസിബിൾ ആവണം ഓരോ ബിസിനസ് ആക്ടിവിറ്റി, എന്നാൽ കുറച്ച് ടീംസ് പറയും നമ്മൾക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ആവശ്യമില്ല ഓർഗനൈസേഷനിൽ. അങ്ങനെ ഡിസ്കസ് ചെയ്യും അല്ലേ. അപ്പം ഇതിനെ ബേസ് ചെയ്ത് ദർ ആർ ആർഗ്യുമെൻറ്റ്സ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്കെതിരെ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് First one is justification for the existence and growth. That is, the business exists for providing goods and services to satisfy human needs. നമ്മൾ ഹ്യൂമൻസിൻ്റെ നീഡ്സിനെ വോൺസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ ബിസിനസ് ആക്ടിവിറ്റി പോകുന്നത് അല്ലേ. നമ്മളുടെ സൊസൈറ്റിയിൽ നിന്ന് ഒരു ഫണ്ട് എടുത്തിട്ടാണ് ഓരോ ബിസിനസ് ആക്ടിവിറ്റീസും നടക്കുന്നത്. അതിൻ്റെ കസ്റ്റമേഴ്സ് ആണെങ്കിലും അതുപോലെ അതിൻ്റെ സപ്ലയേഴ്സ് ആണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും എല്ലാം സൊസൈറ്റിയിൽ നിന്നാണ് എടുക്കുന്നത്. സോ ദ പ്രോഫിറ്റ് ആയിരിക്കും ഒരു ബിസിനസ്സിൻ്റെ മേജർ മോട്ടീവ്. പക്ഷേ എപ്പോഴും നമ്മൾ പ്രോഫിറ്റ് മാത്രമായിരിക്കില്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സൊസൈറ്റിക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഏരിയ, അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ നീഡ്സ് ആൻഡ് വോൺസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതും ഓരോ ബിസിനസ് യൂണിറ്റിയുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് ഇൻ ടേംസിൽ പറയുന്ന ഒരു കാര്യമാണ് എന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് പോയിന്റ്, ജസ്റ്റിഫിക്കേഷൻ ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രോത്ത്. അപ്പോൾ ഒരു ബിസിനസ് നിലനിൽക്കണം അല്ലെങ്കിൽ അത് വളരണമെന്നുണ്ടെങ്കിൽ ഇറ്റ് റിക്വയർസ് എ കൈൻഡ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ സൊസൈറ്റി ആൻഡ് ദ പീപ്പിൾ. Second one is the long-term interest of the firm. That is, a firm can improve its image and builds goodwill in the long run when its highest goal is to serve the society. If it indulges in unfair trade practice, example, the adulteration, hoarding, black marketing, it may not able to exist for long. അപ്പോൾ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് വേണമെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന് കൂടുതൽ കാലം നിലനിൽപ്പ് വേണം. ലോങ് ടേം ആയിട്ടൊരു നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നതാണെങ്കിൽ നമ്മൾ ഒരിക്കലും അൺഫെയർ ട്രേഡ് പ്രാക്ടീസുകളോ അതുപോലെ അൺഎത്തിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ഓർഗനൈസേഷനിൽ ചെയ്യാൻ പാടില്ല. സോ ദാറ്റ് ഈസ് ഗിവൺ ഇൻ the second one, long term interest of the firm. ഫേമിൻ്റെ ലോങ് ടേം ഇൻട്രസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി റിക്വയർഡ് എ കൈൻഡ് ഓഫ് ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതിനകത്തുള്ളതാണ് നമ്മൾ ഒരിക്കലും അഡൾട്രേഷൻ ചെയ്യാൻ പാടില്ല. അൺഫെയർ ട്രേഡ് പ്രാക്ടീസിലുള്ളതാണ് അഡൾട്രേഷൻ, അതുപോലെ ഹോർഡിങ്സ്, ദെൻ ബ്ലാക്ക് മാർക്കറ്റിംഗ് എക്സെട്ര. തേർഡ് വൺ ഈസ് അവോയ്ഡൻസ് ഓഫ് ഗവൺമെൻറ് റെഗുലേഷൻ. The government regulations are undesirable because they limit the freedom of the business. നമുക്കറിയാം ഗവൺമെൻറ്റിന് കുറേ രീതിയിലുള്ള റെഗുലേഷൻസ് ഉണ്ട്, കുറേ ആക്റ്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യണം, നമ്മുടെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസുകളൊന്നും ഒരു ഓർഗനൈസേഷനിൽ ചെയ്യരുത്. അതിനെതിരെ ആയിട്ട് ലോസും ആക്ട്സ് വരെയുണ്ട് അല്ലേ. അൺഫെയർ ട്രേഡ് പ്രാക്ടീസിനെതിരെ ആക്റ്റും ലോയും എല്ലാം തന്നെ ഗവൺമെൻറ് പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലോസൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു ബിസിനസ് എപ്പോഴും എത്തിക്സ് ആയിട്ട് പോകുന്നത്. അപ്പം ബിസിനസ്സിലെ ഒരു ഗവൺമെൻറ് റെഗുലേഷൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വി റിക്വയർ എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പം ബിസിനസ്സുകാർക്ക് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ സൊസൈറ്റിക്ക് അവരൊരിക്കലും അഡൾട്രേഷൻ ചെയ്യത്തില്ല, അല്ലെങ്കിൽ അൺഫെയർ ട്രേഡ് പ്രാക്ടീസുകളായ ഒന്നും തന്നെ ചെയ്യത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് ഒരു ആർഗ്യുമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. Then the fourth one is availability of resources with business. What is that? Business enterprise have considerable finance and human resource which can be effectively used for solving social problems. For example, the managerial talent, technical expertise and capital resources of the business can help the society to tackle this problem better. നമ്മളുടെ ബിസിനസ്സിൽ എല്ലാ രീതിയിലുള്ള റിസോഴ്സസ് ഉണ്ട്. മാൻ പവർ ഉണ്ടാവും, ക്യാപിറ്റൽ ഉണ്ടാവും, മെഷീൻസ് ഉണ്ടാവും. ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ബിസിനസ് റൺ ചെയ്യുന്നത്. അപ്പം ഒരു ബിസിനസ്സിന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് എഫക്റ്റീവ്ലി യൂസും ആകത്തുള്ളൂ. എമൗണ്ട് ആണെങ്കിലും പീപ്പിളിനെ ആണെങ്കിലും മെഷീനറീസ് ആണെങ്കിലും എല്ലാം പ്രോപ്പർ യൂട്ടിലൈസേഷൻ. വി വോണ്ട് ടു ഹാവ് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് പീപ്പിൾ, ദാറ്റ് ഇസ് ദ കസ്റ്റമേഴ്സ്. ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ബെറ്റർ എൻവയോൺമെൻറ്റ് ഫോർ ഡൂയിങ് ബിസിനസ്. ഇപ്പോൾ ഒരു ബിസിനസ്സിൽ നമുക്ക് നല്ലപോലെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിലുള്ള എല്ലാവരും ഇൻക്ലൂഡിങ് ദ വർക്കേഴ്സ്, ഹയർ ലെവൽ ഓഫ് ഒഫീഷ്യൽസ് തൊട്ട് വർക്കർ ലെവൽ വരെ ഒരേ രീതിയിൽ ഒരു സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ട് വർക്ക് ചെയ്യണം. ആരുടെയും മനസ്സിലൊരു അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ചെയ്യണമെന്ന് തോന്നിയില്ലെങ്കിൽ മാത്രമായിരിക്കും അവിടെ ഗ്രോത്ത് ഉണ്ടാവുന്നതും അതുപോലെ ഒരു നല്ല ഒരു എൻവയോൺമെൻറ്റ് സൊസൈറ്റീനെ ബിൽഡ് ചെയ്യാനും പറ്റുള്ളൂ. സോ ദിസ് ഇസ് ഓൾസോ ആൻ ആർഗ്യുമെൻറ്റ് ഫോർ the social responsibility. And the last one is holding business responsibilities for
social problems. That is, some of the social problems have been created by business firms themselves, such as the pollution, creation of unsafe workplaces, discrimination, etc. Therefore, it is moral obligation of business to solve such social problems. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് പല രീതിയിലുള്ള എക്സ്പ്ലോയിറ്റേഷൻസ് ഒന്നും ബിസിനസ്സിൽ ഉണ്ടാവാത്തത്. പല രീതിയിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. ചൈൽഡ് ലേബർ നമ്മുടെ ഇന്ത്യയിലൊക്കെ പ്രോഹിബിറ്റ് ചെയ്തിരിക്കുക. ഇതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ടാണ്. അതുപോലെ വിമനെതിരെ ഒരു ഹരാസ്മെൻറ്റ്സോ അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ ഹൈജീനിക് ആൻഡ് അൺഹെൽത്തി സിറ്റുവേഷൻസോ അങ്ങനെയൊക്കെ ആണെങ്കിൽ എപ്പോഴും അതിനെതിരെ ലോസ് ഉണ്ട്. അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ബിസിനസ് യൂണിറ്റിൽ മാത്രമായിരിക്കും ഇങ്ങനെയുള്ള എല്ലാ വർക്ക് പ്ലേസിലെ സേഫ്റ്റി, അതുപോലെ ഡിസ്ക്രിമിനേഷൻ, ഇതെല്ലാം അവോയ്ഡ് ചെയ്യാനും പറ്റുള്ളൂ. അതുപോലെ പൊല്യൂഷനും ചില ഫാക്ടറീസും കമ്പനീസ് എല്ലാം ഉണ്ട്, പൊല്യൂട്ടൻ കണ്ടൻസ് ഉണ്ടാക്കുന്ന കമ്പനികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സും അവരുടെ പ്രൊഡക്ട്സിൽ ചെയ്യുന്നുണ്ട്. സോ ദീസ് ഓൾ ആർ ബിക്കോസ് ഓഫ് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഒരു ഓർഗനൈസേഷനിലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അവർ നോക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ, ജസ്റ്റിഫിക്കേഷൻ ഫോർ ദി എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രോത്ത്. ഒരു ബിസിനസ്സിന് നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഇറ്റ് ഷുഡ് റിക്വയർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ദെൻ ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് ദ ഫേമിൻ്റെ വളരെ നീണ്ടു നിൽക്കുന്ന ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും സോഷ്യലി റെസ്പോൺസിബിൾ ആയിരിക്കണം. ദെൻ ദ അവോയ്ഡൻസ് ഓഫ് ദ ഗവൺമെൻറ് റെഗുലേഷൻ. ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻസ് ആയിട്ടുള്ള കുറേ ആക്ട്സും ലോസും എല്ലാം ഉണ്ട്. ഫോർ ദ പ്രൊഹിബിഷൻ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ, അങ്ങനെയുള്ള ഓരോ ആക്റ്റുകളെ ഇപ്പോഴും നിലനിൽക്കാൻ കാരണം ബിക്കോസ് ഓഫ് ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് വിത്ത് ബിസിനസ്. പല രീതിയിലുള്ള റിസോഴ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ അതേപോലെ ഹ്യൂമൻ റിസോഴ്സ്. ഇതിൻ്റെയൊക്കെ അവൈലബിലിറ്റി പ്രോപ്പറായിട്ട് ഹ്യൂമനെ ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഒരു എത്തിക്കൽ രീതിയിൽ യൂസ് ചെയ്യാൻ കാരണം എന്തായിരിക്കും? സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ട് ബിസിനസ് യൂണിറ്റ് ആയതുകൊണ്ടായിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ, ബെറ്റർ എൻവയോൺമെൻറ്റ് ഫോർ ഡൂയിങ് ബിസിനസ്. എല്ലാവർക്കും ഒരു ബെറ്റർ ലിവിങ് കണ്ടീഷൻസും വർക്കിംഗ് കണ്ടീഷൻസും ഫെയർ ട്രീറ്റ്മെൻറ്റും റേസ് ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെയൊക്കെ വർക്ക് ചെയ്യാൻ കാരണവും ഒരു സോഷ്യലി റെസ്പോൺസിബിൾ ബിസിനസ്സിൽ മാത്രമായിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഫോർ സോൾവിങ് ഇറ്റ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ബിസിനസ് പ്രോബ്ലംസ്. സോഷ്യൽ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാനും കാരണമാകുന്നുണ്ട് ദിസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ ആൻ ഓർഗനൈസേഷൻ. സോ ദീസ് ആർ ആർഗ്യുമെൻറ്റ്സ് ഫോർ ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരു ബിസിനസ് യൂണിറ്റിൽ അതുപോലെ ഒരു കമ്പനിയിൽ ഫോളോ ചെയ്യണം എന്ന് പറയാനുള്ള കുറേ കാരണങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വൺ ഇസ് ദ ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് എതിരെ എന്തെല്ലാം ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്? Of which the first one is violation of the profit maximization objective. That is, a business is an economic activity that is guided by the profit motive. It should not waive its energy and resources by in fulfilling social responsibility. നമുക്കറിയാം ബിസിനസ് ഒരു ആൾക്കാർ അല്ലെങ്കിൽ ഒരു കമ്പനി റൺ ചെയ്യുന്ന എന്തിനാണ്? പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അപ്പോഴും നമ്മൾ സൊസൈറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ എയിം ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന കൺസെപ്റ്റ് റീച്ച് ചെയ്യാൻ പറ്റാതെ വരും. നമ്മൾ കൂടുതൽ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് പോകുന്നു, അല്ലാതെ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യാതെ വരാം. സോ ദിസ് ഈസ് വൺ ഓഫ് ദി ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ എയിം നമ്മൾ മറന്നു പോകുന്നു, പ്രോഫിറ്റ് മോട്ടീവ് എന്ന എയിം മറന്നു പോകാൻ ചാൻസ് ആവുന്നുണ്ട് ബിക്കോസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സെക്കൻഡ് വൺ ഇസ് ദ ബർഡൻ ഓൺ കൺസ്യൂമേഴ്സിന് മേലെ ഒരു ബർഡൻ ആയി പോലും. That is, involvement of business in social responsibility involves lots of expenditure which will ultimately borne by the customers. ഒരു സൊസൈറ്റിക്ക് വേണ്ടി നമുക്ക് പലതും ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഫണ്ടിങ് ഇറക്കേണ്ടി വരും. നമ്മൾ ഓരോ ബിസിനസ് ആണെങ്കിലും ഓരോ ഓർഗനൈസേഷൻ ആണെങ്കിലും ഫണ്ട്സ് ഇറക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാം ആ ബിസിനസ് യൂണിറ്റിനുണ്ടാകുന്ന കോസ്റ്റുകളാണ്. നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടി വരും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടി വന്നാൽ അത് എഫക്റ്റ് ചെയ്യുന്ന എപ്പോഴും കസ്റ്റമേഴ്സിനെ ആയിരിക്കും. നമ്മൾ എത്ര കോസ്റ്റ് ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ റിക്കവർ ചെയ്യാൻ നോക്കും കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന്. സോ ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്ട്സ് വിൽ ഓൾസോ ഇൻക്രീസ്. അപ്പോൾ കസ്റ്റമേഴ്സിന് അത് എപ്പോഴും ഒരു ബർഡൻ ആയിട്ട് പോകും. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ആർഗ്യുമെൻറ്റ് എഗെയിൻസ്റ്റ് ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കസ്റ്റമേഴ്സിന് മേലെ ബർഡൻ ആവും ബിക്കോസ് ഓഫ് ദി എക്സ്പെൻസ് ഫോർ ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചിലപ്പോൾ നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടോ എംപ്ലോയീസിനോ ബാക്കി സപ്ലൈസിനൊക്കെ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യാണ്. സോ അതെല്ലാം ബിയർ ചെയ്യേണ്ട, ആ എക്സ്പെൻസ് എല്ലാം ബിയർ ചെയ്യുന്നത് ഫൈനൽ കസ്റ്റമേഴ്സ് ആയിരിക്കും. Then the third one is lack of social skills. That is, business firms and managers have to have the skills to handle the business operation. They are not experts to tackle the social problems like the poverty, overpopulation, etc. ഒരു ബിസിനസ് അല്ലെങ്കിൽ അവിടുത്തെ മാനേജേഴ്സ് എന്ന് പറയുന്നത് അവരുടെ എക്സ്പെർട്ടൈസ് നോളജ് ഉള്ളത് മാനേജർ സ്കിൽസിലാണ്. ഡിസിഷൻ മേക്കിംഗ്, അതല്ലെങ്കിൽ ഒരു നെഗോസിയേഷൻ, അങ്ങനെയുള്ള സ്കിൽസാണ് അവർക്ക് കൂടുതലുള്ളത്. പക്ഷേ ഒരു പ്രോബ്ലം സോൾവിങ് അല്ല,
മീൻസ് സൊസൈറ്റിയുടെ ഒരു പോവേർട്ടി അലിവേഷൻ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടി ഡിസ്ക്രിമിനേഷനെതിരെ അതൊന്നും ഒരിക്കലും ഒരു മാനേജറിൻ്റെ ഒന്നും ഡ്യൂട്ടി അല്ല. ഓർ ഹീ ഡസൻ ഹാവ് സച്ച് കൈൻഡ് ഓഫ് സ്കിൽസ്. അങ്ങനെയുള്ള സ്കിൽസ് അവർക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ സ്കിൽസ് ഇല്ലാത്ത ആൾക്കാരെ കൊണ്ട് നമുക്ക് ഒരിക്കലും സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനും പറ്റാണ്ട് വരും. ആൻഡ് ദി ലാസ്റ്റ് വൺ ഇസ് ലാക്ക് ഓഫ് ബ്രോഡ് പബ്ലിക് സപ്പോർട്ട്. ദാറ്റ് ഇസ് ജനറലി പബ്ലിക് ഡസ് നോട്ട് like business involvement in social problems. Therefore, business cannot fulfill social responsibility because of the lack of public confidence on cooperation. പബ്ലിക്കിന് എപ്പോഴും എങ്ങനെയാണ്, അവർക്ക് ഒരിക്കലും ബിസിനസ്സുകാർ അവർക്ക് സൊസൈറ്റിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അവരുടെ മനസ്സിൽ ഇതെന്തോ പ്രോഫിറ്റ് മോട്ടീവായിട്ട് ചെയ്യുന്ന, ഇപ്പം നമ്മളൊരു ബിസിനസ് യൂണിറ്റാണ്, നമ്മളൊരു ഫ്രീ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഡൊണേഷൻ നടത്തുന്നു വെച്ചോ, അതിലും പല രീതിയിലുള്ള ഇഷ്യൂസ് വരും. ദ കസ്റ്റമേഴ്സ് വിൽ ഹാവ് ഡൗട്ട്. എന്തുകൊണ്ടാണ് പബ്ലിക് വിചാരിക്കും എന്തിനാണ് ഇവർ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. സോ നമുക്ക് അവരുടെ മേലൊരു ബിസിനസ് യൂണിറ്റിന് മേലൊരു വിശ്വാസം ഉണ്ടാവത്തില്ല. അവർ എത്ര സോഷ്യലി റെസ്പോൺസിബിൾ ആകാൻ ശ്രമിച്ചാലും കസ്റ്റമേഴ്സിനും അതുപോലെ പബ്ലിക്കിനും ഒരു വിശ്വാസമില്ലായ്മ കാണപ്പെടും. ദാറ്റ് ഈസ് ഓൾസോ ദ ലാക്ക് ഓഫ് ബ്രോഡ് പബ്ലിക് സപ്പോർട്ട്. അപ്പം ആർഗ്യുമെൻറ്റ്സ് ഫോർ ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ പറഞ്ഞു. അതുപോലെ എഗെയിൻസ്റ്റ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് വയലേഷൻ ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ്. നമ്മളുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെന്നുള്ള ആ കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ ഡീവിയേറ്റ് ചെയ്ത് സോഷ്യലി റെസ്പോൺസിബിലിറ്റി അങ്ങനെ ആവാൻ ശ്രമിക്കാൻ നോക്കും. ദെൻ ദ ബേർഡൻ ഓഫ് ഓൺ കൺസ്യൂമേഴ്സ്. എന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സിന് എത്രത്തോളം കോസ്റ്റ് അവർക്കായോ അതിനനുസരിച്ചുള്ള ബേർഡനും അവർ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടി വരുമ്പോൾ അതിൻ്റെ എല്ലാം ബിയർ ചെയ്യേണ്ടത് സെല്ലിംഗ് പ്രൈസിലായിരിക്കും, അല്ലെങ്കിൽ MRPയിലായിരിക്കും അതെല്ലാം അഡ്ജസ്റ്റഡ് ആവുന്നത്. ദെൻ ദ തേർഡ് വൺ ഇസ് ലാക്ക് ഓഫ് സോഷ്യൽ സ്കിൽസ്. ഇപ്പം മാനേജേഴ്സിനാണെങ്കിൽ HR മാനേജർ ഉണ്ടാവും, ഫിനാൻസ് മാനേജർ ഉണ്ടാവും, ഇവർക്കൊന്നും അവരുടെ ഡ്യൂട്ടി ഒരു സൊസൈറ്റിയുടെ പ്രോബ്ലം സോൾവ് ചെയ്യലോ പോവർട്ടി അലിവേഷനോ അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്ക്രിമിനേഷനോ ഒന്നും ആയിരിക്കില്ല. ദേ വിൽ ബി എക്സ്പേർട്സ് ഇൻ ദ മാനേജറിയൽ സ്കിൽസ്, ഡിസിഷൻ മേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യുക, അങ്ങനെയുള്ള സ്കിൽസ് ആയിരിക്കും അവർക്കുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സോഷ്യൽ സ്കിൽസ് ഒന്നും എല്ലാം ലാക്ക് ചെയ്യും. ദെൻ ദ ഫോർത്ത് വൺ ഇസ് ലാക്ക് ഓഫ് ബ്രോഡ് പബ്ലിക് സപ്പോർട്ട്. പബ്ലിക് സപ്പോർട്ട് വളരെ കുറവായിരിക്കും. എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സുകാർ നമുക്ക് വേണ്ടി സൊസൈറ്റിക്ക് വേണ്ടി എന്ത് ചെയ്താലും അതിന് അത്രത്തോളം വാല്യൂ നമ്മൾ കൊടുക്കുന്നുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വരും. ദാറ്റ് ഇസ് ദ ലാക്ക് ഓഫ് broad public support. So these are the arguments against the social responsibility. അപ്പോൾ for the social responsibility നമ്മൾ ഡിസ്കസ് ചെയ്തു, against ഡിസ്കസ് ചെയ്തു. ഓക്കെ, so next one is what is the reality of the social responsibility. social responsibility ഒരു ബിസിനസ്സിൽ വരുമ്പോൾ അവിടെ എന്താ ശരിക്കും നടക്കുന്നത്, റിയാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ the first one is threat of public regulation. ശരിക്കും ഒരു ബിസിനസ്സിന് സോഷ്യലി റെസ്പോൺസിബിൾ ആണോന്ന് അവരുടെ ആഗ്രഹത്തിനല്ല ചെയ്യുന്നത്. അതാണ് ഇവിടെ റിയാലിറ്റിയിൽ പറയുന്നത്. ഒരു ബിസിനസ് യൂണിറ്റ് എന്തിനാണ് ചെയ്യുന്നത്, പ്രോഫിറ്റിന് വേണ്ടിയിട്ട്. അവർക്ക് സൊസൈറ്റിക്ക് നല്ലതുണ്ടാവണം, സൊസൈറ്റിയിൽ ഇങ്ങനെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവരുത് എന്നൊന്നും ബിസിനസ്സിൻ്റെ കൺസേണേ അല്ല. പക്ഷെ അങ്ങനെ ചെയ്യാൻ കാരണമാകുന്ന റീസൺസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ്, ത്രെറ്റ് ഓഫ് പബ്ലിക് റെഗുലേഷൻ. ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് എല്ലാം അങ്ങനെയാണ്. ഗവൺമെൻറ് പോളിസീസിൽ ഇപ്പോൾ ഒരു മൈനിങ് ഫാക്ടറിക്കുള്ള പോളിസിയാണ് അവരുടെ മൈനിങ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഇത്രത്തോളം മൈൻ ചെയ്യാവുള്ളൂ, അവിടെ മൈൻ ചെയ്യുന്ന സ്ഥലത്ത് ആൾക്കാരുണ്ടാവരുത്, പോപ്പുലേഷനുള്ള സ്ഥലത്ത് മൈൻ ചെയ്യരുത്, അങ്ങനെയുള്ള പല പല കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ, അല്ലെങ്കിൽ അവരുടെ ആക്ടിനെ ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ ബിസിനസ് യൂണിറ്റുകളും അല്ലെങ്കിൽ ബിസിനസ്സുകാരും ഒരു സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് ഇറങ്ങുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്, ത്രെറ്റ് ഓഫ് പബ്ലിക് റെഗുലേഷൻ. പബ്ലിക് റെഗുലേഷനെ പേടിച്ചിട്ടാണ് പലതും നടക്കുന്നത്. സെക്കൻഡ് വൺ ഇസ് ദ പ്രഷർ ഓഫ് ലേബർ മൂവ്മെൻറ്റ്. Pressure of labor movement means nowadays even labor in our country has been educated, powerful and organized due to formation of trade union. This has forced enterprise to take the welfare of the labor and reward them for their efficiency. നമുക്ക് ലേബേഴ്സ് കൂടുതൽ, നമ്മളൊരു ലേബർ ഇൻറ്റൻസീവ് കൺട്രി എന്ന് വെച്ചാൽ മാക്സിമം വർക്ക് ചെയ്യുന്ന ലേബേഴ്സിലാണ്. മെഷീൻ ഇൻറ്റൻസീവ് എന്നും ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയും. മെഷീൻ ഇൻറ്റൻസീവ് എന്ന് വെച്ചാൽ കൂടുതൽ മെഷീൻസാണ് ഒരു ആക്ടിവിറ്റിയെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓപ്പറേഷൻസ് എല്ലാം ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ റോബോട്ട്സിനെ ഉപയോഗിച്ചോ ഒക്കെ ചെയ്യുമ്പോൾ അത് മെഷീൻ ഓറിയൻറ്റഡ് ആവും. അതല്ല, ആൾക്കാർ ആസ് പേഴ്സൺസ് ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെ ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയും. നമ്മുടെ കൺട്രി കൂടുതലും ലേബർ ഇൻറ്റൻസീവാണ്. ഇതുകൊണ്ട് തന്നെ നമുക്ക് ലേബർ ലോസ് കൂടുതലുണ്ട്. കുറേ ലോസ് വന്നിട്ടുണ്ട് ലേബേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, വിമൻ ലേബേഴ്സിനെ, ചൈൽഡ് ലേബേഴ്സിനെ, അതുപോലെ യങ് ലേബേഴ്സിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഓരോ ആക്റ്റുകളും ലോസും എല്ലാം ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രഷർ, ആ ഒരു മൂവ്മെൻറ്റ് കാരണം നമ്മൾ സോഷ്യലി റെസ്പോൺസിബിൾ ആവേണ്ടി വരുന്നു ഓരോ ബിസിനസ് യൂണിറ്റുകാരും.
That is a second reality of the social responsibility. Third one is the impact of consumer consciousness. Today, the consumers are consciousness of their rights and powers. ഓരോ കൺസ്യൂമേഴ്സിന് അവരുടെ റൈറ്റ്സ് എന്താണ്, അവരുടെ പവേഴ്സ് എന്താണെന്നുള്ളത് ഇപ്പോൾ കോൺഷ്യസ് ആണ്. അവർക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെ റൈറ്റ്സ് അവർക്ക് വേണ്ടിയിട്ടുണ്ട്, എന്തെല്ലാം പവേഴ്സ് ഉണ്ട് കൺസ്യൂമറിന്. ഇപ്പോൾ കൺസ്യൂമറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തതാണെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനനുസരിച്ച് പോകാം എന്നതെല്ലാം ഇപ്പോഴുള്ള ആക്റ്റിലുള്ളതാണ് അല്ലേ. സോ ഇൻ പ്രസൻറ്റ് ഈസ് ദ present day market, the consumers is considered as a king. So business enterprise have started following the കസ്റ്റമർ ഓറിയൻറ്റഡ് പോളിസീസ്. ഫുള്ളി ഫോളോ ചെയ്യുന്ന കസ്റ്റമർ ഓറിയൻറ്റഡ് പോളിസീസാണ് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ. അതാണ് തേർഡ് ഫാക്ടറായിട്ട് ഇവിടെ തേർഡ് റിയാലിറ്റി ഫീച്ചറായിട്ട് പറഞ്ഞിരിക്കുന്നത്, ദ ഇമ്പാക്റ്റ് ഓഫ് കൺസ്യൂമർ കോൺഷ്യസ്നെസ്. കൺസ്യൂമേഴ്സ് അത്ര അവരുടെ റൈറ്റ്സിലും പവേഴ്സിലും കോൺഷ്യസ് ആയതുകൊണ്ടും the organization is bound to follow the social responsibility. ഓർഗനൈസേഷൻ വേറെ വഴിയില്ല, അല്ലെങ്കിൽ ഓരോ ബിസിനസ്സിന് സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനേ പാടുള്ളൂ. അതാണ് ഇപ്പം ഒരു അഡൾട്രേഷൻ ചെയ്തു ബിസിനസ്, ഒരു എന്തെങ്കിലും ഫുഡ് പ്രൊഡക്ട്സിൽ അഡൾട്രേഷൻ ചെയ്തെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ദ കൺസ്യൂമേഴ്സ് ഹാവ് ദ റൈറ്റ് ടു ആസ്ക് അഗെയിൻസ്റ്റ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ ഇതിനെതിരെ സംസാരിക്കാനുള്ള റൈറ്റ് ഓരോ കൺസ്യൂമേഴ്സിനുണ്ട്. അപ്പോൾ അത് ഒരു ഭയമായിട്ട്, അതൊരു ത്രെട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഒരു ഓർഗനൈസേഷൻ എപ്പോഴും socially responsible ആകാൻ ശ്രമിക്കുന്നത്. Then the fourth one is development of the social standards for business. That is, today business are no longer considered to make the money only at any cost. According to the newly developed social standard, business enterprise have to interact with the members of society to exist and grow. ഇപ്പോൾ ബിസിനസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയ സാധനങ്ങൾ കൊടുക്കുക എന്നതുകൊണ്ട് മാത്രം വളരുന്നില്ല. അവരെന്തെങ്കിലും സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാതിരിക്കുകയാണെങ്കിൽ, ഈ സൊസൈറ്റിക്ക് ബെനിഫിഷ്യലായിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ അവരുടെ എക്സിസ്റ്റൻസേ ബാധകമാവും, അല്ലെങ്കിൽ അതിനെ തന്നെ എഫക്റ്റ് ചെയ്യും. അവർക്കൊരു ഇമേജ് ഉണ്ടാവില്ല, ഒരു ഗുഡ് വിൽ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ എക്സിസ്റ്റൻസ് ഉള്ളൂ, ഏതൊരു ബിസിനസ്സിന് എക്സിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൊസൈറ്റിയിൽ സോഷ്യൽ റെസ്പോൺസിബിൾ ആവുന്നത്. ദാറ്റ് ഈസ് another reality. Then the next one is development of business education. That is, with the development of the business education, more and more people have become sensitive towards the social issues. കൂടുതൽ അറിവുകളുണ്ട് അല്ലേ. എംപ്ലോയീസ് വർക്കേഴ്സിനാണെങ്കിലും സൊസൈറ്റി ആണെങ്കിലും ഒക്കെ ഇപ്പോൾ അറിവ് കൂടുതലാണ്, എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. ദേ നോ വാട്ട് ഇസ് ബിസിനസ്സിൽ അഡൾട്രേഷൻ ചെയ്യരുത്, അൺഫെയർ ട്രേഡ് റെസ്ട്രിക്റ്റഡ് ട്രേഡ് പ്രാക്ടീസ് ഒന്നും ചെയ്യരുത് എന്നതെല്ലാം കൺസ്യൂമേഴ്സിന് അറിയാം. ദേ നോ. അതുകൊണ്ടും ബിസിനസ്സിന് ബൗണ്ടാണ്, അല്ലെങ്കിൽ ബിസിനസ്സുകാർ ഇങ്ങനെ സോഷ്യലി റെസ്പോൺസിബിളായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ കസ്റ്റമേഴ്സ് ചോദ്യം ചെയ്യും എന്നൊരു പേടിയിലുമാണ് നമ്മൾ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒരു ഓർഗനൈസേഷന് ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സോഷ്യൽ ഇൻട്രസ്റ്റ് ആൻഡ് ബിസിനസ് ഇൻട്രസ്റ്റ്. ദാറ്റ് ഇസ്, ദ ബിസിനസ് എൻ്റർപ്രൈസ് ഹാവ് റിയലൈസ് ദാറ്റ് social and business interests are not contradictory, but they are complementary to each other. ദാറ്റ് ഈസ്, ബിസിനസ് ഇൻട്രസ്റ്റുകൾ ഒരിക്കലും കോൺട്രഡിക്ടറി ആവരുത്, എപ്പോഴും കോംപ്ലിമെൻ്റ് ആയിട്ട് വേണം വരാൻ. അപ്പോൾ സോഷ്യൽ ഇൻട്രസ്റ്റും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം, ബിസിനസ് ഇൻട്രസ്റ്റും പ്രൊട്ടക്റ്റ് ചെയ്യണം. വെച്ചാൽ നമുക്ക് പ്രോഫിറ്റും ഉണ്ടായിരിക്കണം, അതുപോലെ സോഷ്യലി റെസ്പോൺസിബിളും ആയിരിക്കണം. അപ്പോൾ രണ്ടും കൂടെ നടക്കണമെങ്കിൽ ദ ഓർഗനൈസേഷൻ നീഡ് ടു ഹാവ് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോ these are the reality of social responsibility. Social responsibility എന്താണെന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു. Then what are the arguments for or against the social responsibility, and why we are organizing അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബിസിനസ് റൺ ചെയ്യാൻ കാരണം എന്ത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് വാട്ട് ആർ ദ കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരു ബിസിനസ്സിന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെല്ലാം ടൈപ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് ഉള്ളത്? ദ ഫസ്റ്റ് വൺ ഇസ്, വി ക്യാൻ ക്ലാസിഫൈ ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ ടു മെയിൻലി 4 types. 4 ടൈപ്പായിട്ട് ഡിസ്കസ് ചെയ്യാം. വാട്ട് ആർ ദേ? ഫസ്റ്റ് വൺ ഇസ് എക്കണോമിക് റെസ്പോൺസിബിലിറ്റി, സെക്കൻഡ് ലീഗൽ റെസ്പോൺസിബിലിറ്റി, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി, ആൻഡ് ഫോർത്ത് വൺ ഇസ് ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താ? സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ നമ്മുടെ പ്രോഫിറ്റിൽ ഒരു ഭാഗം യൂസ് ചെയ്യണം എന്ന് പറയുന്നതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതിലെ 4 ഭാഗങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്: ദ എക്കണോമിക്, ലീഗൽ, ദെൻ എത്തിക്കൽ ആൻഡ് ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി. അപ്പോൾ എക്കണോമിക് റെസ്പോൺസിബിലിറ്റി നമുക്കറിയാം, സൊസൈറ്റിയുടെ എക്കണോമിക് ബേസിസിൽ. ദാറ്റ് ഈസ്, ബിസിനസ് എൻ്റർപ്രൈസ് ഈസ് ബേസിക്കലി ആൻ എക്കണോമിക് ആക്ടിവിറ്റി. ദാർഫോർ ഇറ്റ്സ് പ്രൈമറി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി is to produce the goods and services as per the needs of society and to sell them at a profit.
there is little discretion in performing this responsibility. അപ്പോൾ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്താ? റീസണബിൾ പ്രൈസിന് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യുക, കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി, ദാറ്റ് ഇസ് എക്കണോമിക് റെസ്പോൺസിബിലിറ്റി. സെക്കൻഡ് വൺ ഇസ് ദ ലീഗൽ റെസ്പോൺസിബിലിറ്റി. വാട്ട് ഇസ് ദ ലീഗൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രിയിലെ ഇന്ത്യൻ കുറേ ലോസ് ഉണ്ട്. ആ ലോസിനനുസരിച്ച് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. സോഷ്യലി റെസ്പോൺസിബിൾ ആവേണ്ടത് ഓരോ ലോസിനനുസരിച്ച്. ഇപ്പോൾ ലേബർ ലോസ് ഉണ്ടാവും, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോസ് ഉണ്ട്, മൈൻസ് ലോ, ഫാക്ടറി ആക്ട്, ഇൻഡസ്ട്രി ആക്ട്, ഇതെല്ലാം ഓരോ ലോസും ആക്ട്സുമാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഒരു ബിസിനസ് റൺ ചെയ്യാൻ. അപ്പോൾ അതാണ് ലീഗൽ റെസ്പോൺസിബിലിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത്. സിൻസ് ദീസ് ലോസ് ആർ മെന്റ് ഫോർ ദ ഗുഡ് ഓഫ് ദ സൊസൈറ്റി, ദ ബിസിനസ് മസ്റ്റ് ഓപ്പറേറ്റ് വിതിൻ ദ ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് ദ സൊസൈറ്റി. ഫോർ എക്സാമ്പിൾ, ഗിവിംഗ് സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് ഓൺ എ സിഗരറ്റ് പാക്കറ്റ്, ലിക്കർ ബോട്ടിൽ എക്സെട്ര. നമുക്കറിയാം ലിക്കർ ബോട്ടിൽ, അതുപോലെ സിഗരറ്റ്സിലൊക്കെ എഴുതിയിട്ടുണ്ട്. സിഗരറ്റിൽ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എഴുതുന്നുണ്ട്, ലിക്കറിൽ ഡ്രിങ്കിങ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, അങ്ങനെയെല്ലാം എഴുതുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റീനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് ലീഗലി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതൊരു ഹാംഫുൾ പ്രൊഡക്റ്റാണ്, പക്ഷേ അത് നമുക്ക് സെല് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതുകൊണ്ട് നമ്മൾ ലീഗലി പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ ഒരു ഹാംഫുൾ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ മേലെ ഇങ്ങനെ ലേബിൾസ് ഒട്ടിക്കണം എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് റെസ്പോൺസിബിലിറ്റി. Then the third one is ethical responsibility. So what is ethical responsibility? It includes the behavior of the business firm that is expected by society but not enforced by law. There is an element of voluntary action in performing this responsibility. For example, respecting the religious sentiments and dignity of people while advertising for a product. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് അഡ്വർടൈസ് ചെയ്യുമ്പോൾ ചില ആൾക്കാർ റിലീജിയസ് കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് വിൽക്കാറുണ്ട്. പക്ഷേ അതിലൊരിക്കലും ഇല്ലീഗലായിട്ട് ഒരു കാറ്റഗറി ആൾക്കാരെ മോശപ്പെടുത്തിയിട്ട്, ഒരു മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ അങ്ങനെ ഒരു മോശപ്പെടുത്തലില്ലാതെയാണ് ഒരു പ്രൊഡക്റ്റിനെ അഡ്വർടൈസ് ചെയ്യുന്നത്. എല്ലാവരും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് അഡ്വർടൈസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതാണ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അത് ലോ പറഞ്ഞിട്ടൊന്നുമല്ല. ഇപ്പോൾ ലീഗൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ ലോസ് ആക്റ്റിൽ അങ്ങനെ മെൻഷൻഡ് ആണ്. സോ വി ഷുഡ് ഡു ദാറ്റ്. പക്ഷെ അങ്ങനെയല്ല ഒരു എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി. സൊസൈറ്റിക്ക് വേണ്ടി നമുക്ക് എന്ത് തോന്നുന്നു അതാണ്. Responsibility is the discretionary responsibility. That is, it is a purely voluntary obligation that an enterprise assumes. A business enterprise assumes its responsibility to show its concern towards problems faced by the society. അപ്പം വേറൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ പറയുന്നത്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ അതർ ടൈപ്പായിട്ട് പറയുന്നതാണ് ഡിസ്ക്രിഷണറി. അതിനകത്ത് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ സൊസൈറ്റിയുടെ ചില പ്രോബ്ലംസ് നമ്മളുടെ കൺസേൺ ആണ് എന്ന രീതിയിൽ ബിസിനസ് യൂണിറ്റുകൾ എടുത്ത് ചെയ്യുന്ന കുറച്ച് റെസ്പോൺസിബിലിറ്റീസ്, അതിനെയാണ് ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി. അവിടെ എക്സാമ്പിൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ദ കോൺട്രിബ്യൂഷൻ ടു ചാരിറ്റി ഓർ ഹെൽപ്പിംഗ് പീപ്പിൾ എഫക്റ്റഡ് ബൈ ദ നാച്ചുറൽ കലാമിറ്റീസ്. ഇങ്ങനെയുള്ള ആൾക്കാരെ, നാച്ചുറൽ കലാമിറ്റീസിൽ എഫക്റ്റ് ചെയ്ത ആൾക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ബിസിനസ് എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. പക്ഷേ അതെല്ലാം ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്തേക്കുക. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ it is the contribution to charity or helping people affected by the natural calamities like floods and earthquakes. Okay, and the next one is the social responsibility towards different interest group. പല ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളോട് എന്തൊക്കെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ സോഷ്യലി റെസ്പോൺസിബിളായി ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും, അങ്ങനെ പല റേഞ്ച് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. സോ ഹൂ ആദി, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമെടുക്കുന്നതെന്ന് ചോദിച്ചാൽ ദ ഫസ്റ്റ് വൺ ഇസ് ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിയുടെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി. അതേപോലെ വർക്കേഴ്സ്, ദെൻ ദ കൺസ്യൂമേഴ്സ്, ദെൻ ദ ഗവൺമെൻറ് ആൻഡ് ദി കമ്മ്യൂണിറ്റി. അപ്പം ഇങ്ങനെയുള്ള 4 കൂട്ടർക്കും നമുക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പായിട്ട് പറയാവുന്നതാണ്. ദ ഷെയർ ഹോൾഡേഴ്സ്, ദ വർക്കേഴ്സ്, ദ കൺസ്യൂമേഴ്സ്, ദ ഗവൺമെൻറ് ആൻഡ് ദ കമ്മ്യൂണിറ്റി. ഓക്കെ, സോ ഇൻ ഡീറ്റെയിൽസ് ഇനി നമ്മൾ പഠിക്കണം ഓരോരുത്തരോട് എന്ത് രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മളുടെ ബിസിനസ് ചെയ്യേണ്ടത് എന്നത് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൊരു ഭാഗമാണ്. സോ ദാറ്റ് വി ക്യാൻ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ ഓൺവേർഡ്സ്. അടുത്ത ക്ലാസ് തൊട്ട് നമുക്കത് നോക്കാം. സോ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ആർഗ്യുമെൻറ്റ്സ് ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഡിസ്കസ് ചെയ്തു. ദെൻ ദ റിയാലിറ്റി ഓഫ് ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ദെൻ വാട്ട് ആർ ദ കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, എക്കണോമിക്, ലീഗൽ, എത്തിക്കൽ ആൻഡ് ഡിസ്ക്രിഷണറി, ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് ഡിസ്കസ് ചെയ്തു. ആൻഡ് ഓൾസോ ദ different interest group who are affected by this responsibility, the shareholders, workers, consumers, government and the community. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ വി ക്യാൻ എൻഡ് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.